നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് പണ്ടത്തെ കാര്യവും ഇപ്പോഴത്തെ കാര്യം കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഒരു കൊളോക്വൽ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഒരു കൊളോക്വൽ ഒരു സെൻറ്റൻസ് ഉണ്ട്. അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ അടിപൊളിയായിരുന്നു, പണ്ടത്തെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു, ഇപ്പം അത്ര പോരാ. ഇതൊരു സാധാരണ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്ത് കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പണ്ടത്തെ ആൾക്കാർ എന്ത് സംഭവമായിരുന്നു, ഇപ്പോൾ ഉള്ളതൊന്നും വലിയ മെച്ചമൊന്നുമില്ല എന്ന് പറയുമല്ലോ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ജാസ്മിൻ ജാഫറിൻ്റെ വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയട്ടെ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, അതുവരെ ആൾക്കാർക്ക് എന്ത് നടന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല. ഒന്നിന് അതിനെതിരെ പ്രതികരിക്കാനുള്ള യാതൊരു അന്ന് പ്രതികരിക്കാൻ പാടില്ല അല്ലേ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഇപ്പോൾ ഒരു 60കളിലായിരിക്കണം റിയാക്ഷൻ വീഡിയോസൊക്കെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 60കളിൽ റിയാക്ഷൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു. അന്നൊക്കെ അതിന് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോസ് കേട്ടോ. യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്ന, ഞാനൊക്കെ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കമൻ്റ് അടിക്കും. കമൻ്റ് അടിക്കുന്നതിന് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന സംഗതി ഈ 70കളിൽ വന്നു, 80കളിൽ വന്നു. ഇത് കഴിഞ്ഞോടുകൂടി ഈ റിയാക്ഷൻ വീഡിയോസിനൊക്കെ സ്റ്റാൻഡേർഡ് വളരെ 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 കുറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ 2023 അല്ലേ. 2023 കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇനി ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞാൽ 2023 കഴിഞ്ഞു. ബൈ ദ വേ, മെറി ക്രിസ്മസ് കേട്ടോ. സോറി, അപ്പോൾ അതൊന്നും ഇനീഷ്യലി പറയാൻ വിട്ടുപോയി. ഞാൻ ഈ ഒരു പഴമയും പുതുമയും തമ്മിലുള്ള കമ്പാരിസൻ്റെ ഇടയിൽ ആ ഒരു കാര്യം വിട്ടുപോയി, ക്ഷമിക്കൂ. അപ്പോൾ പിന്നെ 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ 2024 അപ്പോൾ 23 അവസാനമായി 24ലേക്ക് കടക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ഉണ്ട്. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാണ്ട് വ്ളോഗൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ റിയാക്ഷൻ വീഡിയോസിൽ പൊതുവെ സ്റ്റാൻഡേർഡ് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരാണ് അഭിപ്രായപ്പെട്ടതെന്നറിയോ? നമ്മുടെ പ്രശസ്ത ബ്യൂട്ടി വ്ളോഗറായിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ വെറൈറ്റി മീഡിയയിലുള്ളൊരു ഇൻ്റർവ്യൂ കണ്ടു. ഓക്കെ, അതിൽ ജാസ്മിൻ പറയുന്നുണ്ട് പണ്ടത്തെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ പണ്ടത്തെ റിയാക്ഷൻ വീഡിയോസിനൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു, ഇന്നത്തെ റിയാക്ഷൻ വീഡിയോസിനൊന്നും സ്റ്റാൻഡേർഡ് ഇല്ല. റിയാക്ഷൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആരെ പെറ്റ തള്ള എന്നുള്ളത് മനസ്സിലായില്ല. ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് ആണ് കേട്ടോ. ഞാൻ പെറ്റ തള്ള, അമ്മേനെ തള്ള എന്ന് വിളിച്ചു ഒന്നും പറയണ്ട. പക്ഷേ പെറ്റമ്മ സഹിക്കില്ല എന്ന് പറഞ്ഞു. ആരുടെ അമ്മയെ സഹിക്കാത്തതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ആ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടോയെന്നറിയില്ല. കാണാത്തവർക്കായി റിയാക്ഷൻ വീഡിയോസ് പണ്ട് ഇത്രയും കുറവായിരുന്നില്ലേ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. പണ്ടത്തെ റിയാക്ഷൻ വീഡിയോസിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ പൂർണ്ണമായിട്ട് തള്ള സഹിക്കില്ല. ഇപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോസ് പറഞ്ഞാലേ പെറ്റ തള്ള സഹിക്കില്ല. ഒരു മാസം മുന്നേ നമുക്ക് പണ്ടേക്കൊന്നും പോണ്ട, ഏകദേശം ഒരു മാസം മുന്നേ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ജാസ്മിൻ ജാഫർ, അസ്ലാം മാർലി ഇവരുടെ ഇഷ്യൂസ് നടന്ന സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാസം മുന്നേ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത് അല്ലേ. അതായത് സ്വകാര്യമായിട്ടുള്ള ഫോൺ സംഭാഷണം ഒരാൾ പുറത്തു വിടുന്നു, അതിന് മറുപടിയുമായി മറ്റാൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വിടുന്നു, അവനവൻ്റെ ചാനലിലൂടെ വിടുന്നു, അതിന് മറുപടിയുമായി വേറൊരാൾ വരുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടി വേറൊരാൾ എൻട്രി ആവുന്നു. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വേറെ കുറേ ആൾക്കാർ അവരെ പോയി കാണുന്നു. ഇവരൊക്കെ വലിയ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരായിരുന്നു അല്ലേ. അല്ല, അതിനിടയ്ക്ക് കുറേ സ്റ്റാൻഡേർഡ് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ റിയാക്ട് ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്നറിയോ? ചിലപ്പോൾ നമുക്കൊരാളെ നോക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് ചിലപ്പോൾ അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് നല്ല ഉദ്ദേശിച്ച് ഓരോ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അന്ന് ഇവരുടെ ഈ പ്രശ്നം നടന്ന സമയത്ത് ഐ തിങ്ക് 90%, 10% അന്തം ഓരോരുത്തരുടെ അവരവരുടെ അന്തങ്ങൾ പോട്ടെ, 90% ഇവരുടെ വീഡിയോസ് കണ്ട ആൾക്കാർക്കും ഈ ഇഷ്യൂ നിലനിന്ന സമയത്ത് ഈ ഇഷ്യൂവിനെ കുറിച്ച് നോക്കിയ ആൾക്കാർക്കും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, പല ആൾക്കാരും കമൻറ്റ് ചെയ്യും, ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യും. നമ്മളും ചെയ്തിരുന്നു. നമുക്കൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടോ അറിയില്ല കേട്ടോ. ഇനി ആരെ പറ്റിയാണോ സ്റ്റാൻഡേർഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഒരു കാര്യം ഇതിൽ ഇത്രേ പറയാനുള്ളൂ, ഒരു ലോകത്ത് സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ മാത്രം പോരല്ലോ അല്ലേ. ചിലപ്പോൾ ഇവരൊക്കെ തുടക്കം തൊട്ടേ ഹൈ സ്റ്റാൻഡേർഡുമായിട്ട് വന്നവരായിരിക്കാം.
കാലാകാലങ്ങളായിട്ട് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇനീഷ്യലി വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് കുറഞ്ഞ് വന്ന് പിന്നെ പരിസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സ്റ്റാൻഡേർഡ് അക്വയർ ചെയ്ത ആൾക്കാരായിരിക്കാം. ഓക്കെ, വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർക്കും കൂടി ജീവിക്കാനുള്ളതല്ലേ ഈ ലോകം, അല്ലേ? സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർക്കും കൂടി സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ളതും കൂടിയാണ് ഈ സോഷ്യൽ സ്പേസ് അല്ലെങ്കിൽ ഈ സ്പേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും എല്ലാവരും ചെയ്തു പോട്ടെ. എല്ലാവരും ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, അതായത് അവനാൻ്റെ കാര്യങ്ങൾ അത്രയും ഹൈ സ്റ്റാൻഡേർഡുള്ളതായിരുന്നു. ഞാൻ വീണ്ടും അതെന്നെ പറയുന്നു. നമ്മളന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ എടുത്തിട്ടിട്ട് തട്ടിക്കളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒരു കാര്യം എന്ന് പറയണമെന്ന് തോന്നി. കാരണം വെച്ചാൽ എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് തോന്നിക്കൊള്ളുന്നില്ല. പക്ഷേ അവർ ചിലപ്പോൾ നമ്മളെക്കാളും ഹൈ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരായിരിക്കാം. ഒരു പക്ഷേ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരായിരിക്കും അവർ. ആ ക്രിറ്റിസിസംസ് പോസിറ്റീവ്ലി ആക്സെപ്റ്റ് ചെയ്യാനാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡുള്ള ഒരാൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ക്രിറ്റിസിസംസ് ആക്സെപ്റ്റ് ചെയ്യണം. വളരെ മോശമായിട്ട് പറയുന്ന ആൾക്കാർ അത് പോട്ടെ, നിങ്ങൾ ചെയ്തൊരു കാര്യം കൊണ്ട് മാത്രമാണ്, അതായത് യു ലിറ്റ് അപ്പ് ദ ഫയർ, നിങ്ങളാണ് അതിന് ആ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് തീ കൊടുത്തത്. അവസാനം അത് ആളി കത്തിയിട്ട് ചൂടെടുത്തു മേല് പൊള്ളി എന്ന് പറയുന്നതിൽ വലിയൊരു അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു എന്താ വേർഡ് എന്തെങ്കിലും ഒന്ന്, അത് നമ്മൾ തന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അത് കണ്ടിട്ട് പറയുന്ന ആൾക്കാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവർക്കൊന്ന് ജീവിച്ച് പോട്ടെ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും.